സിനോജ് വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വൈത്തിരിക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ഏതാണ് കൃത്യം? ഇത് പൂക്കോട് ലേക്ക്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് പൂക്കോട് ലേക്ക് അല്ലേ? പൂക്കോട് ലേക്ക് തുറന്നിട്ടുണ്ട്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റു പല സ്ഥലങ്ങളും സുരക്ഷിതമായ ടൂറിസം സെൻ്ററുകളും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ബാണാസുര സാഗർ നമ്മുടെ ഇടപെടലിനെ തുടർന്ന് തുറക്കുകയും ചെയ്തു. എന്താ രഞ്ജിനി? പൂക്കോടിനെ കുറിച്ച് നമ്മൾ പറയണം. നാഷണൽ ജിയോഗ്രാഫിക് കണ്ടെത്തിയിട്ടുള്ള 64 തരത്തിലുള്ള പച്ച നിറങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പൂക്കോട് ലേക്കിലേക്ക് വരണം. അതുപോലെ പൂക്കോടിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒരു പൂക്കോട് പരൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മീനുണ്ട്. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പൂക്കോട് ലേക്കിലേക്ക് കാണാൻ വരണം. പൂക്കോട് വന്നാലേ പൂക്കോട് ലേക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. പൂക്കോട് പരൽ വയനാട്ടിലെ മരങ്ങളുടെ ഇടയ്ക്കൂടെ മഞ്ഞ് ഓടുന്നത് കണ്ടോ? ബ്യൂട്ടിഫുൾ. എനിക്കൊന്ന് ആ ക്യാമറ ദൃശ്യങ്ങൾ നമ്മുടെ ഒരുപക്ഷെ പ്രദീപും അജിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മലനിരകളിലുള്ള മഞ്ഞ് പ്രേക്ഷകർക്ക് കാണാം. അതായത് തേയിലക്കാടുകൾക്കിടയിലൂടെ മഞ്ഞിറങ്ങി വരുന്നത് ഒരു കാഴ്ച, ഇങ്ങനെ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഇറങ്ങി വരുന്നത് മറ്റൊരു കാഴ്ച. ഇത് എന്ത് പറയാം, അക്വേഷ്യാണോ പൈനാണോ? ഇത് സിൽവർ റോക്കാണ്. ഇത് എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റിന്റെ സിൽവർ റോക്കാണ് കാണുന്നത് മുഴുവൻ. സിൽവർ റോക്കിനിടയിലൂടെ മഞ്ഞിങ്ങനെ നേരിയ പാളി വരുന്നൊരു കാഴ്ച, അത് നമ്മുടെ ശരീരത്തിൽ തൊട്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊക്കെ നവീകരിക്കപ്പെടാൻ ഈ യാത്രകൾ എത്രമാത്രം സഹായിക്കുന്നു. ആ ഒരു അനുഭൂതിയിൽ നമ്മളിങ്ങനെ സ്വയം മറന്നു പോകുകയാണ്. സിനോജ് നമുക്കൊപ്പമുണ്ട്. സിനോജ്, ഞങ്ങൾ ഏകദേശം വൈത്തിരിക്ക് അടുത്തു. ഇനി വൈത്തിരിക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അതിനുള്ളിൽ ഞങ്ങൾ അവിടേക്ക് എത്തും. അവിടെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ടോ? അവിടെയുള്ള ആളുകളുടെ ഒരു പൊതു പ്രതികരണം കൂടി നമുക്കൊന്ന് തേടാവുന്നതാണ്. അവിടെയുള്ള ആളുകളുടെ സ്വഭാവം, ഓരോ മേഖലയിലായിട്ടാണ് ആളുകൾ ഉണ്ടാവുക എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത്. തീർച്ചയായും ഞങ്ങൾ ഇവിടെ പുറപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ജനപങ്കാളിത്തം ലക്കിടിയിൽ കണ്ടു. എങ്ങനെയാണ് വൈത്തിരിയിലെ കാഴ്ച സിനോജ്? വെരി ഗുഡ് മോർണിംഗ്. ഹരികുമാർ, വെരി ഗുഡ് മോർണിംഗ്. അതായത് വൈത്തിരി കാത്തിരിക്കുകയാണ് മഹാവാഹന റാലിയെ. നിരവധി ആളുകൾ ഈ വൈത്തിരി ടൗണിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇവിടെയുണ്ട്. വാഹന റാലിയുടെ ആദ്യഘട്ടമായ ബൈക്ക് റാലി അല്പസമയം മുൻപ് ഈ വൈത്തിരി ടൗണിലൂടെ കടന്നുപോയി. കൃത്യം 7 മണിക്ക് തന്നെ നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് ഇവിടെയുള്ള വ്യാപാരികൾ, ടാക്സി ഡ്രൈവർമാർ, അങ്ങനെയുള്ള ആളുകൾ, ഈ നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് വാഹന റാലി എത്താൻ വേണ്ടി. ഇവിടേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം, 2018 ഒരു മുറിവാണ് ആ കാടിനുള്ളിൽ കിടക്കുന്നത്. അതായത് വൈത്തിരി ബസ് സ്റ്റാൻഡ് 2018 പ്രളയത്തിൽ തകർന്നുപോയ ബസ് സ്റ്റാൻഡാണ്. അതിനകത്ത് ATM ഉൾപ്പെടെയുള്ള കടകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മുറിവുള്ള ഒരു നാടാണ്. ആ നാട്ടിലൂടെയാണ് ഈ മഹാവാഹന റാലി കടന്നു പോകുന്നത്. ടാക്സി ചേട്ടന്മാരെ കാണാം. ചേട്ടാ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം? വളരെ മോശമാണ്. ടൂറിസ്റ്റുകളൊന്നും വരാത്തതുകൊണ്ട് വളരെ മോശമായിട്ട് പോവുകയാണ്. ഓട്ടങ്ങൾ വളരെ കമ്മിയായിരിക്കും. ഒട്ടുമില്ല. വൈകിട്ട് വരെ ഒരു 300-150 റുപ്യൊക്കെ വൈകുന്നേരം വരെ ഓടുന്നുള്ളൂ. അതായത് വൈത്തിരിക്കാർ മാത്രമേ ഓട്ടം കയറാനുള്ളൂ. വൈത്തിരിക്കാർ മാത്രമേ ഓട്ടം കയറുള്ളൂ. എസ്റ്റേറ്റ് ഏരിയകളിലെ ആൾക്കാർ മാത്രമേ ഓട്ടം കയറാനുള്ളൂ. കുന്നുമലയൊക്കെ കയറുന്ന ടൂറിസ്റ്റുകൾ ആരും വരുന്നില്ല. ടൂറിസ്റ്റുകൾ ആരും കുറേ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ പൂക്കളിലേക്കാണെങ്കിൽ തുറക്കാണ്ടിട്ടിരിക്കുകയാണ് ഇത്രയും കാലമായിട്ട്. പിന്നെ വെച്ചാൽ ഇവിടെ ഓട്ടങ്ങളില്ല. പിന്നെ ഈ ചെറിയ 2 മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം കയറുകയാണ്. 2 വന്നു വെച്ചാൽ ഈ പുഴയിൽ മണൽ കോരുന്നില്ല. വെള്ളം കോരാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മണൽ കോരാനുള്ള എന്തെങ്കിലും പുഴയിൽ മണൽ കോരി കഴിഞ്ഞാൽ കുറേ വെള്ളം കയറൽ, ചെറിയ വീടുകൾക്ക് വെള്ളം കയറലൊക്കെ അവസാനിപ്പിക്കും. നമ്മളെ ദുരന്തം ഭയങ്കരമാണ് ഓട്ടക്കാർക്ക്. ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരിതങ്ങൾ ഇവിടുന്ന് വൈത്തിരി നീങ്ങി തുടങ്ങിയോ? അതോ നീങ്ങി തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ടൂറിസ്റ്റുകളൊന്നും ആരും വരുന്നില്ല അങ്ങോട്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗം തന്നെ ഇപ്പോൾ ഉച്ച ടൈം, രാവിലെ ടൈമൊക്കെ ആളെ ഉണ്ടാവും. അപ്പോൾ ലൈവ് കണ്ടിട്ട് ഇറങ്ങി വന്ന മനുഷ്യരാണ് സിനോജ് നമുക്കൊപ്പം ചേരുന്നത്. അവരൊക്കെ നമ്മളുടെ ഈ വരവ് കാത്തിരിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൂറിസം മേഖല, ആളുകൾ ധാരാളം ഇവിടെ എത്തിച്ചേരണം. ഇവിടുത്തെ കച്ചവടം ശക്തമാവണം. ചെറുകിട കച്ചവടക്കാർ, ഇതിനെ ഉപജീവനം നടത്തുന്ന മനുഷ്യർ, എനിക്കൊന്ന് ബിസിനസ് കൂടെ വല്ലാതെ കുറഞ്ഞു അല്ലേ ഈ വയനാട്ടിൽ? 80% കുറഞ്ഞു. 80% പുറകോട്ട് പോയി. അതായത് അതാണ്, നോക്കൂ, കോവിഡ് കാലത്തെ വയനാട് അത് ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണം എടുക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ നിശ്ചിത സമയത്ത് നമ്മുടെ മോട്ടോർ വാഹന റാലി ആ സ്ഥലത്ത് എത്തിച്ചേരാത്തത് കൊണ്ടാണ് നമ്മൾ അടുത്ത വൈത്തിരിയിലേക്ക് ഇറങ്ങുക. ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ആശങ്കകൾ പ്രേക്ഷകരെയും പൊതുസമൂഹത്തെയും അറിയിക്കണം എന്നുണ്ട്. കാരണം 2 വാർഡുകളാണ് ദുരന്തത്തിൽപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് വയനാട് ജില്ല മുഴുവനാണ്. നല്ല അന്തരീക്ഷമായി കഴിഞ്ഞു അല്ലേ ആൻറ്റോ? അതിനോട് വയനാട്ടിലെ ടൂറിസം എന്ന് പറയുന്ന ഒരു വർഷം 4000 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു ടൂറിസമാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 340-350 കോടി രൂപ ഒരു മാസം ടേൺ ഓവറുള്ള ടൂറിസമാണ്. 3500-ലധികം ഹോം സ്റ്റേകളും 50-100-ലധികം ഹോട്ടലുകളും അതുപോലെ തന്നെ 10,500-ലധികം ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റുകളും ഏകദേശം 250-ലധികം വരുന്ന
ടൂറിസം കേന്ദ്രമുള്ള വയനാട്ടിൽ ഇപ്പോൾ എന്താ സംഭവം എന്നറിയാറുണ്ട്, എല്ലാം 80% പൂട്ടിക്കിടക്കുകയാണ്. അതാണ് നോക്കൂ, അത്രയും വോളിയം ബിസിനസ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലമാണ് കേട്ടോ, ഇവിടെ വൈത്തിരിയിൽ.